ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ അവിടുത്തെ തിരുവല്ല കോളേജിൽ ലെക്ചറാണ്. പുള്ളിക്കാരത്തിൻ്റെ പേര് ലയ. ലയ ഇന്ന് നമുക്ക് അളവെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ലയയുടെ ബ്ലൗസ് ഉണ്ട്, ലയ ബ്ലൗസ് തരാൻ വന്നതാണ്. അപ്പം ലയയുടെ അളവ് നമുക്കിന്നെടുത്ത് ലയയെ വെച്ച് നമുക്കിന്ന് പഠിക്കാം. ലയയുടെ അളവൊക്കെ എടുത്ത് അത് വെച്ച് നമുക്ക് അടുത്ത ബ്ലൗസ് കട്ട് ചെയ്യാം. ഡയറക്റ്റ് ബോഡി മെഷർമെന്റ് എടുത്ത് എങ്ങനെ തയ്ക്കുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്. ലയ, ഹായ്. ലയ കൊച്ചു വേണ്ടാന്ന് വിചാരിക്കണ്ട, വെല്ലുവിളിയാ. ലയയുടെ ഞാൻ വരാൻ പറഞ്ഞ മെഷർമെന്റ് എടുക്കാൻ. ശരി, അപ്പം ലയയുടെ മെഷർമെന്റ് എടുത്ത് തുടങ്ങാം നമുക്ക്. ഓക്കെ, ആദ്യം എടുക്കേണ്ടുന്നത് നമുക്ക് ബ്ലൗസിന്റെ ഹൈറ്റ് ആണ്. ബ്ലൗസിന്റെ ഹൈറ്റ് എടുക്കാനുള്ളത് എങ്ങനെയാണെന്ന് ഇന്നലെ പറഞ്ഞല്ലോ. ബ്ലൗസിന്റെ ഹൈറ്റ് എടുക്കുന്നത് ഷോൾഡറിന്റെ ഈ ഹൈറ്റുള്ള പാർട്ടിൽ നിന്നല്ല, ബ്ലൗസിന്റെ നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ നെക്കിന്റെ പോർഷൻ വരുമല്ലോ, ഇതിന്റെയും ഷോൾഡർ ജോയിന്റിന്റെയും കൂടെ ഇടയ്ക്ക് ഇവിടെയും വെച്ചെടുക്കാൻ പാടില്ല, ഈ ഹൈറ്റായ ഇടത്തിലും വെച്ചെടുക്കാൻ പാടില്ല. ഇതിന്റെ മിഡിലായിട്ട് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് ചോദിക്കണം കസ്റ്റമറോട്, ഇത്ര ഇറക്കം മതിയോന്ന് ചോദിക്കണം. ലയ പറ, ഇത് മതിയോ ഇറക്കം? ഓക്കെ, 13.5 ലയയുടെ ഇറക്കം. നമ്മളിവിടെ എഴുതാം ആദ്യം 13.5. പിന്നെ എടുക്കേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ ബ്ലൗസിന് ബാക്കിലല്ല എടുക്കേണ്ടത്, ഫ്രണ്ടിലാണ് എടുക്കേണ്ടത്. ഷോൾഡർ അളവ് എടുക്കുന്നത് ഫ്രണ്ടില് ഈ ബോൺ മുതൽ ഈ ബോൺ വരെ. ഈ ബോൺ നമുക്കിങ്ങനെ കാണുന്നുണ്ടോ? ബോണിന്റെ ഇവിടെ ഇറക്കത്തിലല്ല, മേളില്. റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ എടുക്കണം. അപ്പം ഇത് വന്ന് 13.5 ഇഞ്ചാണ്. ഷോൾഡർ 13.5 ഇഞ്ച്. അടുത്തത് നമ്മൾ ആം ഹോളാണ് എടുക്കേണ്ടത്. ആം ഹോൾ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ആം ഹോൾ മെഷർമെന്റ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ടേപ്പിനെ നമ്മൾ തിരിച്ചു പിടിക്കണം കേട്ടോ. ഇത് വെളിയിൽ വേണം, ഇഞ്ചെന്ന് എഴുതിയിരിക്കുന്ന ഭാഗം വെളിയിൽ വരണം. എന്നിട്ട് ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇന്നലെ എൻ്റെ എടുത്തതിനെക്കാട്ടി നല്ല നീറ്റായിട്ടില്ലേ. ഇപ്പൊ ഇത് 15.5 ഇഞ്ചുണ്ട്. ഇപ്പൊ കൈ താഴ്ത്തിടാൻ പറയണം. കൈ താഴെ ടൈറ്റ് ലൂസ് ഉണ്ടോ? കറക്റ്റ്. അപ്പോൾ ഇതിപ്പോ വന്നത് 16 ഇഞ്ചായി. ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നിട്ട് അവൾ കൈ താഴെ ഇട്ടപ്പം അത് 16 അതായത് അത്രയും ടേപ്പ് വലിഞ്ഞു. ഇപ്പൊ ഇത് 15.5. കൈ താഴെ കണ്ടോ? കൈ ഇങ്ങനെ വലിയുമ്പോൾ 16. ഇങ്ങനെയാണ് മെഷർമെന്റ് ബ്ലൗസിന് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ലൂസായിരിക്കും. ഞാൻ തയ്ക്കുന്ന ബ്ലൗസുകളൊക്കെ ഇടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അടുത്തത് ആം എറൗണ്ട്. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ ഒരു മെഷർമെന്റ് എടുത്തത്. ആം എറൗണ്ട് എന്ന് പറയുന്നത് ഈ ആം ഹോളിൽ തന്നെ കൈ വെക്കണം. കൈ താഴെ ഇടാൻ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഈ ആം ഹോളിന്റെ കൈയുടെ റൗണ്ട്, ഈ റൗണ്ടാണ് ആം എറൗണ്ട്. ഇത് 12 ഇഞ്ചുണ്ട്. 12 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ കൈ വെച്ചോണം. കൈ വെച്ചിട്ട് ഈ ഷോൾഡറിലിരുന്ന്, അതായത് കൈയുടെ ജോയിന്റ് മുതൽ ഇവിടം വരെ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്കണം. അപ്പം ഇത് 4 ഇഞ്ച്. ഇത് മിക്കവാറും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും വരുന്നത്. ഇത് 4 ഇഞ്ചാണ് ഇവിടെ നിന്നുള്ള ഇറക്കം. ഇതിന് പറയുന്നത് ക്യാപ്പ് ഹൈറ്റ്. ക്യാപ്പ് സ്ലീവ്, വലിയ സ്ലീവ്, ലോങ് സ്ലീവ്, എൽബോ സ്ലീവ് ഒക്കെ എടുക്കുമ്പോൾ ഈ ക്യാപ്പ് ഹൈറ്റ് മസ്റ്റാ. ക്യാപ്പ് ഹൈറ്റ് എടുത്തില്ലെങ്കിൽ ഈ തുണിയൊക്കെ തയ്ക്കുന്നത് ഈ ലൂസ്. ഇതിപ്പോൾ ഈ തുണി ആയതുകൊണ്ട് അറിയുന്നില്ല. ഇത് ഒരു കോട്ടൺ തുണിയാണെങ്കിൽ ഇതിങ്ങനെ തള്ളി വൃത്തികേടായിട്ട് കിടക്കും. ഈ മെറ്റീരിയൽ ആകുമ്പോൾ ഇപ്പോൾ അറിയുന്നില്ല, അത് അങ്ങനെ അകത്തങ്ങ് പോയിക്കോളൂ. പക്ഷേ നമ്മുടെ ബ്ലൗസ് ആകുമ്പോൾ ടൈറ്റ് ഫിറ്റിൽ ഇടുന്ന ഡ്രസ്സല്ലേ, എല്ലായിടവും ടൈറ്റ് ആയിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ തുടിഞ്ഞു കിടക്കും. അതിനാണ് നമ്മൾ ഈ ക്യാപ്പ് ഹൈറ്റും ആം എറൗണ്ടും എടുക്കുന്നത്. അടുത്തത്, ഞാൻ ബ്ലൗസിൽ എപ്പോഴും ചെസ്റ്റ് മെഷർമെന്റ് എടുക്കത്തില്ല. അതിന് പകരം ബസ്റ്റ് സർക്കംഫറൻസ് ആണ് എടുക്കുന്നത്. ബസ്റ്റ് സർക്കംഫറൻസ് എടുക്കാനായിട്ട് ടേപ്പിനെ നമ്മളിങ്ങനെ തിരിച്ച് വേണം എടുക്കാൻ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ബസ്റ്റിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് തിരിഞ്ഞ് ഈ ബാക്കിൽ എങ്ങനെ ഇരിക്കുന്നത്, ബാക്കിൽ ഇത് ഇറങ്ങിപ്പോകരുത്, കറക്റ്റായിട്ട് ഇരിക്കണം ബാക്ക്. ഇത് കണ്ടോ? ഇങ്ങനെ കറക്റ്റായിട്ട് ബാക്കിലും ആ ബസ്റ്റിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് ഈ ടേപ്പ് ഇരിക്കണം. തിരിഞ്ഞ് എന്നിട്ട് കറക്റ്റ് ബസ്റ്റിൻ്റെ മേളിൽ കൂടെ
വന്ന് മെഷർമെൻറ്റ് ഇവിടെ നോക്കുമ്പം ഇങ്ങനെ ഈ ഒരു ഫിംഗർ അകത്ത് വെച്ചാൽ മതി. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കരുത്, ഒരു ഫിംഗർ അകത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ലൂസ് ഇതിലാകാവും. കാരണം ഒത്തിരി കൈയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ വലിയ ലൂസ് ആകുന്നത് മാത്രമല്ല കസ്റ്റമർക്കും ഫീലാകും, നമ്മളിങ്ങനെ അവരെ തൊട്ടിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും. ഇതൊക്കെ പിന്നെ കടയൊക്കെ വെച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ വെളിയിൽ തയ്ച്ചു കൊടുക്കുന്നവർ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരുമാതിരി ഒരാളെ നമ്മൾ ടച്ച് ചെയ്ത് അവർക്കൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചേ എടുക്കാവും. അപ്പം ഇത് 35 ഇവരുടെ ചെസ്റ്റ് സർക്കംഫറൻസ്. അടുത്തത് വേസ്റ്റ് സർക്കംഫറൻസ്. വേസ്റ്റും അതേപോലെ കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് ടൈറ്റ് ഫിറ്റിലെടുക്കണം. ഇങ്ങനെയൊന്നുമല്ല, കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ടൈറ്റ് ഫിറ്റിലെടുക്കണം. ടൈറ്റ് ഫിറ്റിലെടുത്തെങ്കിൽ ബ്ലൗസ് നമ്മൾ വലിച്ചിടുന്നതല്ലേ, ബ്ലൗസ് വന്ന് ടൈറ്റായിട്ട് വലിച്ചിടേണ്ടതാണ്. അപ്പം ടൈറ്റ് ഫിറ്റിൽ കറക്റ്റായിട്ട് എടുക്കണം. അല്ലെങ്കിൽ എന്നിട്ട് ഇതിന് നമ്മൾ എക്സ്ട്രാ ലൂസോ ഒന്നും കൊടുക്കുന്നതല്ല വേസ്റ്റിന്. അതുകൊണ്ട് തന്നെ അവിടെ എത്ര വേണമോ അതാണ് വേണ്ടത്. അത് ഇവൾക്ക് 28.5. അടുത്തത് ബ്രസ്റ്റ് പോയിന്റ്. ബ്രസ്റ്റ് പോയിന്റ് എടുക്കുന്നത് നമ്മൾ ഈ ഷോൾഡറിലിരുന്ന്, നമ്മൾ ഇടുന്ന ഡ്രസ്സ് തന്നെ മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ ഡ്രസ്സിൻ്റെ ഈ ഷോൾഡറിലിരുന്ന്, ഷോൾഡറിൻ്റെ ഈ മെയിൻ ഭാഗമല്ല, അതും സെൻറ്ററിൽ നിന്ന് നമ്മുടെ ചെസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഹൈ ആയിട്ട് എവിടെ നിൽക്കുന്നത് വെച്ചാൽ അതാണ് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ്. ഇതിൽ വന്നിപ്പോൾ 9.5 ബ്രസ്റ്റ് പോയിന്റ്. അതേപോലെ അടുത്തത് അണ്ടർ ബ്രസ്റ്റിൻ്റെ താഴെ ഈ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കും, വയറിൽ ഇങ്ങനെ ടച്ച് ആകുമ്പം നിൽക്കുന്നതാണ് അണ്ടർ ബ്രസ്റ്റ്. ഇത് വന്ന് 12. അടുത്തത് ബസ്റ്റ് വിഡ്ത്ത് എടുക്കുമ്പം ഈ നമ്മുടെ ചെസ്റ്റിൻ്റെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഹയസ്റ്റ് പോയിന്റ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ് ബ്രസ്റ്റ് വിഡ്ത്ത് 7.5. ബ്രസ്റ്റ് വിഡ്ത്താണിത് 7.5 ഇഞ്ച്. പിന്നെ ഫ്രണ്ട് നെക്ക് എടുക്കുന്ന ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം നമുക്കറിയാമല്ലോ ഒരാൾക്ക് എത്ര ഹൈറ്റ് വേണം, അവിടെ വരെ വന്നിട്ട് ഈ ടേപ്പിനെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചിട്ട് അവരോട് ചോദിക്കണം ഇത് വരാൻ മതിയോ ഇറക്കമെന്ന് ചോദിക്കണം. ഇതാ ഇങ്ങനെ വെച്ച് ഇറക്കാൻ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ മതി എന്ന് പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഇറക്കണമെങ്കിൽ അല്ലെങ്കിൽ മേളിക്കായിട്ടുണ്ടെങ്കിൽ മതി. അപ്പം നമുക്കിത് മതി ഇറക്കാം 9.5. അപ്പം ഇതാണ് അവരുടെ ഇറക്കം. ഞാൻ എടുത്തേക്കുന്നത് 6.25 എടുത്തേക്കുന്നത്, 6.25 ഇഞ്ച്. പിന്നെ ബാക്ക് നെക്കും അതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് കറക്റ്റ് ഇവിടെ വരെ വന്നിട്ട് ടേപ്പിനെ ഇങ്ങനെ തിരിച്ച് ഇവരോട് ചോദിക്കണം ഇത് മതിയോ. ഈ സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ചോദിക്കണം ഇത് മതിയോടാ, ഇത് വെച്ചിട്ടോടാ സാധാരണ എടുക്കുന്നതാണ് ഇവർക്കപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 8 ഇഞ്ചാണ്. 8.5 വെക്കാം. 8.5 ഇഞ്ച് വെച്ചു. അത് കഴിഞ്ഞ് സ്ലീവ് മെഷർമെൻറ്റ് എടുക്കുന്ന ഇതല്ലേ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്ലീവ് ഇട്ടേക്കുന്ന കറക്റ്റ് ഡ്രസ്സായിട്ടിരിക്കുന്നതിൽ ആ ഡ്രസ്സിൻ്റെ സ്ലീവ് എവിടെ ജോയിൻ്റ് ആകുന്നു അവിടെ വെച്ചേക്കുക. ഇല്ലെങ്കിൽ ഈ പോയിൻ്റ് നമ്മുടെ ഈ ബോണിൻ്റെ ഈ ഇവിടെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇറക്കം ഇവിടെ വേണം. കൈ ഇങ്ങനെ വലിയ കൈയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വെച്ച് ഇവിടെ വരെയാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഇതുവരെ എടുക്കേണ്ടത് കൈ താഴെയിട്ട്. അപ്പം 10.5 ഇഞ്ചാണ് അവരുടെ ഇറക്കം. ഇങ്ങനെ വെച്ചെടുത്തെങ്കിൽ അത് തയ്ച്ച് കഴിയുമ്പോൾ അത്രയും തന്നെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അത് മേളിൽ നിൽക്കും കൈ. പിന്നെ ഇവിടുത്തെ സർക്കംഫറൻസ് എടുക്കാൻ വേണ്ടി കൈയെ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ വെച്ചാലാണ്, അല്ലെങ്കിൽ കൈ താഴെ ഇടുമ്പോൾ കണ്ടോ 10.25 ഇഞ്ചേ ഉള്ളൂ. അങ്ങനെ വെച്ച് 11.5 ഇഞ്ചുണ്ട്. ഇങ്ങനെ നേരെ വെച്ച് നമ്മൾ അളവെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ കൈ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ടൈറ്റായി പോയി. എങ്ങനെയെങ്കിലും ഇടാം, പിന്നെ നമുക്ക് ഈ കൈ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എക്സ്ട്രാ ലൂസ് വേണമെങ്കിൽ ഈ കൈ ഇങ്ങനെ വെച്ച് എടുക്കണം. അപ്പോൾ കറക്റ്റായിരിക്കും. അപ്പം 11.5 ഇഞ്ചാണ് അവരുടെ കൈ ചുറ്റളവ്. അപ്പം കയ്യും എടുത്തു കഴിഞ്ഞു. അപ്പം നമ്മുടെ മെഷർമെൻറ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ.
അപ്പോൾ താങ്ക് യു ലയ. മിനി ഷിബു വ്ളോഗ്സ് മസ്റ്റായിട്ടും കാണണം. ഞാൻ എപ്പോഴും എനിക്കൊരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പോഴാണെങ്കിലും എനിക്ക് ഓടി എത്താൻ പറ്റുന്ന ആൻറ്റിയാണ്. എനിക്കിപ്പോൾ നാളെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഓടി വരും, ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്കെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു തരും. അത് തന്നെയാണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനോടെ എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. സോ മിനി വ്ളോഗ്സ് മസ്റ്റായിട്ടും കാണണം. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഓക്കെ, മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് എടുത്തിട്ട് നമ്മുടെ ക്ലയൻറ്റ് പോയി. ഇനി നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ തുടങ്ങാം. ഇപ്പം നമുക്ക് തുണി കട്ട് ചെയ്യാൻ തുടങ്ങാമേ. ഞാൻ ഇതിനു വേണ്ടി ഇന്ന് നമ്മൾ തയ്ക്കുന്നത് ലൈനിങ് ബ്ലൗസാണ്. കസ്റ്റമറുടെ തുണി ആയതുകൊണ്ട് അവർക്ക് ഇത് ലൈനിങ് വെച്ച് വേണം തയ്ക്കാൻ. അതുകൊണ്ട് ലൈനിങ് ബ്ലൗസാണ് ഇന്ന് നമ്മൾ തയ്ക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1 മീറ്റർ ലൈനിങ് തുണിയാണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് കൈ കട്ട് ചെയ്യാം. കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം എടുക്കുമ്പോൾ തന്നെ തുണി എത്ര വേണമെന്നല്ലേ പറയണ്ടേന്ന്. ഞാൻ അതിലും 1 മീറ്റർ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ അളവിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കറിയത്തില്ല. നോർമൽ ബ്ലൗസിന് 1 മീറ്റർ, പിന്നെ ഒത്തിരി വലിയ ബ്ലൗസാണ് 16 ഇഞ്ച് ഹൈറ്റ്, 11 ഇഞ്ച് കൈയൊക്കെ നീളം വരുവാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും 1 മീറ്റർ 1.25 മീറ്റർ തുണി വേണം. അപ്പോൾ ഇത് നോർമൽ ബ്ലൗസുകളിൽ ഒരു 40-42 സൈസ് വരെയും കൂടെ 14 ഇഞ്ച് ബാക്ക് ഇറക്കം വെച്ച് ഒരു 11 ഇഞ്ച് കൈ ഇറക്കം വെച്ച് തയ്ക്കാൻ 1 മീറ്റർ തുണി ധാരാളം മതിയായിരിക്കും. ഇപ്പം നമുക്ക് കൈ കട്ട് ചെയ്യാം. ആദ്യം കൈ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ വാങ്ങുന്ന തുണി ഇങ്ങനെ ഫോൾഡിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് തുണിയുടെ ഓപ്പൺ സൈഡ് കരഭാഗം അങ്ങോട്ടിരിക്കണം, ഫോൾഡ് നമ്മുടെ സൈഡിലോട്ടിരിക്കണം. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കി നമ്മൾ ഈ സൈഡിൽ നിന്ന് കൈയും കട്ട് ചെയ്യും, ഈ സൈഡിൽ നിന്ന് ഇങ്ങേപ്പുറത്തെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ബാക്ക് സൈഡും കട്ട് ചെയ്യും. സെൻറ്ററിൽ നിന്നാണ് ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. സ്ലീവ് ലെങ്ത് വന്ന് 10.5 ഇഞ്ചാണ്. അതിനു മുമ്പ് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് നല്ല തുണിയും ഇതും കൂടെ ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസായിട്ട് 1/2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 10.5 ഇഞ്ച് ഇവിടെ മാർക്കിലിരുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു കറക്റ്റ് ലൈനിലായി വരയ്ക്കുക. അത് കഴിഞ്ഞ് മേളിൽ വീണ്ടും ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇതിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. മേളത്തെ ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. താഴത്തെ ലൈൻ നമുക്ക് തയ്ക്കാനുള്ളതും എക്സ്ട്രാ തുണിയുമാണിത്. നമുക്ക് ഇവരുടെ ആം ഹോൾ എത്രയാണെന്ന് നോക്കണം. ആം ഹോൾ ഇവർക്ക് 16 ഇഞ്ചാണ്. ആം ഹോൾ നമ്മളിപ്പം 16 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നമ്മൾ ഇവിടുന്ന് 2 ലൈന് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 2 ഇഞ്ച് നേരെ എടുക്കണം. ഇവിടുന്ന് ഒരു 3.5 ഇഞ്ച് താഴോട്ട് എടുക്കണം. ഓക്കെ, എന്നിട്ട് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് 16 ഇഞ്ച്. ഇപ്പോൾ 2 ഇഞ്ച് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ബാക്കി 6 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിൽ ഞാൻ ക്യാപ്പ് ഹൈറ്റും ആം എറൗണ്ടൊക്കെ എടുത്ത് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു 4 ഇഞ്ചാണ് ഇവരുടെ ക്യാപ്പ് ഹൈറ്റ്. ഇവിടെ ആം എറൗണ്ട് ഇവർക്ക് 13 ഇങ്ങനെ ഇച്ചിരി ഒരു ഷേപ്പിൽ വരണം കൈ. അതിനു വേണ്ടിയാണ് ഇത് നമ്മൾ എടുക്കുന്നത്. ആ കൈയുടെ അകത്ത് ചുരുക്ക് വരാതിരിക്കാൻ വേണ്ടി. അതേപോലെ സ്ലീവ് സർക്കംഫറൻസ് ഇവർക്ക് 11. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൈനിങ് ഇത് ചെറുതായിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്ത് ഇങ്ങനെ വരയ്ക്കാം. ചില ആൾക്കാർക്ക് ഇത് ശരിയാകത്തില്ല. ക്യാപ് സ്ലീവ് എടുത്തിട്ട് പ്രയോജനം എല്ലാവർക്കും ടൈറ്റ് ആയിരിക്കും. കൈ ഇച്ചിരി മെലിഞ്ഞവർക്കാണ് ഇത് എടുക്കേണ്ടുന്നത്. അതേപോലെ ഈ ലൈൻ്റെ മേളിൽ സെൻറ്റർ പാർട്ടിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു ലൈൻ കൊടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വന്ന് ഒരു എസ് പോലെ ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യും. ഇത് വരയ്ക്കാം. ഇവിടുന്ന് ഇവിടെ വരെ ഒരു വര, ഇവിടുന്ന് താഴോട്ട് ഒരു വര, അങ്ങനെ 2 ഇതായിട്ട് വരയ്ക്കാം. അതൊക്കെ ചെയ്ത് പരിചയിച്ചാൽ പിന്നെ നമുക്ക് അതില്ലാതെ വരയ്ക്കാൻ പറ്റത്തില്ല. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നത് എപ്പോഴും നല്ലത്.
നിൽക്കണ്ട. ഇങ്ങനെ കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഈ സെൻറ്റർ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇവിടെ, അതേപോലെ ഇവിടെ ഇത്രയും നോച്ച് കട്ട് ചെയ്തെടുത്ത ഉടനെ നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞ് തുണി നിവർക്കാവും. ഞാൻ തുണി നിവർത്തിട്ട് ഇത് ഫ്രണ്ട് ഒരു അര ഇഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയണം. ഇത് മസ്റ്റാണ്. ഒരു ബ്ലൗസിന് നെക്ക് ഡാർട്ട് ഷേപ്പ് എന്ന് പറഞ്ഞ പോലെ കൈയുടെ ഷേപ്പും മുഖ്യമാണ്. അതേപോലെ ഈ ഫ്രണ്ട് കട്ട് ചെയ്ത് ഇത് കണ്ടോ, ഒരു എസ് പോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇത്രയും കട്ട് ചെയ്ത് കളയണം. എങ്കിലേ ഇവിടെ നമുക്ക് ചുരുക്കില്ലാതിരിക്കത്തുള്ളൂ. ഇപ്പം ഈ തുണിയെ നമ്മൾ നിവർത്ത് നമ്മുടെ സൈഡിലോട്ട് ഫോൾഡ് വരുന്ന പോലെ, നമ്മൾ നിൽക്കുന്ന സൈഡിലോട്ട് ഫോൾഡ് വരുന്ന പോലെ ഇങ്ങനെ ഇടണം. തുണിക്ക് എന്തെങ്കിലും ചുരുക്കമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി നന്നായിട്ട് അയൺ ചെയ്യണം. ഇപ്പോൾ ഈ തുണി കടയിൽ നിന്ന് വാങ്ങിയ പഠിക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിരിക്കും. ഒരു ചെറിയ ചുരുക്ക് തന്നെ ചിലപ്പം ഒരു ലൂസും ടൈറ്റും ഒക്കെ ആകാനും ബ്ലൗസിൻ്റെ പെർഫെക്ഷൻ കുറയ്ക്കാൻ അത് ഒരു ചെറിയ ഈ തുണിക്കകത്തുള്ള ഒരു ചെറിയ ചുരുക്ക് മതിയായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വാങ്ങിച്ച തുണി അയൺ ചെയ്തിട്ട് ചുരുക്കമൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുക. ഫസ്റ്റ് നമുക്ക് ഇവരുടെ ഹൈറ്റ് എടുക്കണം. ബോഡി ഹൈറ്റ് എടുക്കുന്നത് നമ്മൾ അളവ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, 14 ഇഞ്ചാണ് അവരുടെ ഹൈറ്റ്. 14 ഇഞ്ച് കറക്റ്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതേപോലെ തന്നെ മുകളിലും അര ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ 2 ലൈൻ കൊടുക്കണം. ഈ കസ്റ്റമർക്ക് നമ്മൾ ഷോൾഡർ അളവ് 13.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ആ 13.5 നമ്മൾ 2 ഇഞ്ച് മൈനസ് ചെയ്യണം. ഡീപ്പ് നെക്ക് 9 ഇഞ്ച് നെക്കുണ്ട്. അപ്പം കുറച്ച് നല്ല ഡീപ്പ് നെക്കാണല്ലോ. അത് കാരണം ഷോൾഡർ അളവിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പോൾ 2 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ 11.5 ഇഞ്ച്. 11.5യുടെ പകുതിയാണ് ഇവരുടെ ഷോൾഡർ മെഷർമെൻറ്റ്. ഓക്കെ, 11.5യുടെ പകുതി. അപ്പോൾ 5.25 ഇഞ്ചാണ് ഇവരുടെ ഷോൾഡർ മെഷർമെൻറ്റ്. അല്ലെങ്കിലും 5, 5.5, 5.25 എടുത്താൽ മതി. ഞാനിപ്പോൾ കണക്കിന് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. സാധാരണ ഞാൻ ഷോൾഡർ അളവ് എടുക്കാറില്ല. ചെസ്റ്റ് മെഷർമെൻറ്റ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ 8 ആണ് സാധാരണ ഞാൻ ഷോൾഡർ അളവ് എടുക്കുന്നത്. 5.25 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇവിടെ അതേപോലെ ഷോൾഡർ എടുത്ത അതേ അളവാണ് ഞാനിപ്പോൾ ഈ ബ്ലൗസിലിടുന്നത്. ഓരോ ബ്ലൗസിനും വ്യത്യാസം ഉണ്ടാകും. ഇതിൽ ഞാനിപ്പോൾ 5.25 ഇഞ്ചാണ് ഇടുന്നത്. ആം ഹോളിൻ്റെ സൈസിനനുസരിച്ചാണ്, ആം ഹോളിൻ്റെ ചെസ്റ്റിൻ്റെ സൈസിനനുസരിച്ചാണ് ഈ കൈക്കുഴിയുടെ ഇറക്കമൊക്കെ നമ്മൾ കൊടുക്കുന്നത്. എല്ലാത്തിനും കാൽക്കുലേഷൻ വെച്ച് നമ്മൾ കൊടുത്താൽ എല്ലാ ബ്ലൗസും ഒരുപോലെ ആയിരിക്കത്തില്ല, നമുക്ക് ഫിറ്റ് ആകണമെന്ന് പറയാനൊക്കത്തില്ല. ഇവിടുന്ന് 5.25 കറക്റ്റ് വരണേ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഇവർക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് 35 ഇഞ്ചാണ്. ബ്രസ്റ്റ് മെഷർമെൻറ്റ് 35 ഇഞ്ചാണ്. 35 ഇതേ ഞാൻ എഴുതി കാണിക്കും. ബോർഡിൽ എഴുതണമെന്നാണ് വിചാരിച്ച്, എൻ്റെ അസൗകര്യം കാരണം ബോർഡിൽ എഴുതുന്നില്ല. 35 + 2 ഡിവൈഡഡ് ബൈ 4 ഇതാണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. നമ്മൾ ബസ്റ്റ് മെഷർമെൻറ്റ് എത്ര എടുത്തോ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവരുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. ബോഡിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുത്തേക്കുന്ന മെഷർമെൻറ്റ് 35. അതിൻ്റെ കൂടെ 2 കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇവരുടെ മെഷർമെൻറ്റ്. ഇപ്പം 35 + 2 37. 37നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9.25 വരും. 37നെ അതാണ് ഇവരുടെ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന ചെസ്റ്റ് മെഷർമെൻറ്റ്. 9.25. ഓക്കെ, ഇതൊരു സ്ക്വയർ കൊടുത്തിട്ട് ഇതിനകത്ത് നമ്മളിപ്പോൾ ഇവരുടെ ആം ഹോൾ മെഷർമെൻറ്റ് എടുക്കണം. ഇവിടുന്ന് നമ്മൾ കൈക്ക് 2 ഇഞ്ച് സ്ട്രെയിറ്റേ കൊടുത്തിട്ടുണ്ട്. ആ 2 ഇഞ്ച് ഇവിടെ എടുക്കണം. ഇവിടുന്ന് നമ്മൾ 1.5 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഇത് 3ഉം കൂടെ ജോയിൻ ചെയ്യണം. ഇതാ കറക്റ്റ് 8 ഇഞ്ച് വന്നു. കാണുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ
ചെസ്റ്റ് മെഷർമെൻറ്റും ആം ഹോൾ മെഷർമെൻറ്റും. പിന്നെ ഇവിടെ ഞാൻ കഴിഞ്ഞ ബ്ലൗസിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചത് ആയിരിക്കണം. കാരണം ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ചല്ലേ വരുന്നതെന്ന്. ഞാനിവിടെ കുറയ്ക്കാത്തതിന് കാരണം പുതുതായിട്ട് തയ്ക്കുന്നവർക്ക് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ഇതെടുത്താൽ ചിലപ്പം തയ്ച്ച് വരാൻ, അല്ലെങ്കിൽ അവർ ഫ്രണ്ട് വെട്ടുമ്പം എന്തെങ്കിലും അബദ്ധം കാണിച്ചെങ്കിൽ തുണി തികയാതെ വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ കുറയ്ക്കാതിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇവരുടെ ഹിപ്പ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 എടുത്താൽ മതി. ഇപ്പോൾ തെറ്റാണ്. നമ്മളവിടെ ഇപ്പോൾ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്താൽ മതി. പക്ഷെങ്കിൽ ഞാനിത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. പുതുതായിട്ട് തയ്ക്കുന്നവർ എന്തെങ്കിലും അബദ്ധം കാണിച്ചെങ്കിൽ തുണി നാശമായി പോകും. ഇവിടെയൊക്കെ നമ്മൾ 7 ഇഞ്ച് വെട്ടി കഴിയുമ്പോൾ ഫ്രണ്ട് എടുക്കുമ്പോൾ നമ്മൾ അതേ അളവ് വെച്ച് ഇവിടെ വെട്ടിയെങ്കിൽ ഈ തുണിയെല്ലാം നാശമായി പോകും. അത് കാരണം നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കുക. എന്നിട്ട് തയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റ് പിടിച്ച് തയ്ച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാൻ മെയിനായിട്ടും ആദ്യമായിട്ട് തയ്ക്കുന്നവരായിരിക്കുമല്ലോ ബേസിക് ബ്ലൗസൊക്കെ തയ്ച്ച് പഠിക്കാൻ വരുന്നത്. അപ്പം അവർക്ക് വേണ്ടിയും കൂടെ ഇത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് വെട്ടാതെ. നെക്ക് ഇത് വന്നിപ്പം നമ്മൾ 9 ഇഞ്ച് നെക്ക് വെക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് 2.5 ഇഞ്ചാണ് ഇവരുടെ നെക്ക് മെഷർമെൻറ്റ് എടുക്കുന്നത്. 2.5 ഇഞ്ച്. എന്നിട്ട് ഇവിടെ നമ്മൾ 9 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിന് സ്ക്വയർ നെക്കാണ് തയ്ക്കുന്നത്. സ്ക്വയർ നെക്ക് തയ്ക്കാനായിട്ട് ഇതാ ഇവിടെ നിന്നൊരു ലൈൻ കൊടുത്തിട്ട് സ്ട്രെയിറ്റ് അങ്ങ് വരയ്ക്കുക. അല്ലെങ്കിൽ ബക്കറ്റ് നെക്ക് പോലെ വേണമെങ്കിൽ ഇത് ഇവിടെ 4 ഇഞ്ച് അകത്തോട്ട് വെച്ചിട്ടും വരയ്ക്കാം. നമ്മൾ 4 ഇഞ്ച് അകത്തോട്ട് വെച്ച് തന്നെ വരച്ചേക്കാം. കഴിഞ്ഞു. നെക്കും വരച്ചു, ആംഹോളും കഴിഞ്ഞു, ചെസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ. ഇതെല്ലാം കൂടെ പറഞ്ഞ് കുഴപ്പിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെങ്കിൽ ഇപ്പം നിങ്ങൾ ഓർക്കും ഈ മെഷർമെൻറ്റൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ഓർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനായിട്ട് ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക. സാധാരണഗതിയിൽ ഈ ഇതിൻ്റെ 2.5, 2.25, 3 ഇഞ്ച് വരെ കൂടെ നെക്ക് വെക്കാം. പക്ഷേ ഇതിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഇപ്പോൾ ഇത് ഇറക്കം ഇത്രയേ ഉള്ളത് കാരണം ഞാൻ 2.5 വെച്ചിട്ടുള്ളൂ. ഇനി 10 ഇഞ്ചാണെന്നെങ്കിലും ഒരു 2.25 ഇഞ്ചോട്ട് കൊണ്ടുവന്നേനെ. ഇത് 8 ആയിരുന്നെങ്കിൽ 2.25 ഇഞ്ച് എടുക്കുമായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ തയ്ച്ച് വരുന്ന ഒരു പഴക്കത്തിലാണ് ഇത് ഞാനിപ്പം മാർക്ക് ചെയ്തേക്കുന്നത്. സാധാരണഗതിയിൽ പുതുതായിട്ടല്ലേ നിങ്ങൾ കടയിൽ പോയി റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 18. നമ്മളിപ്പോൾ ഇതിൽ ചെസ്റ്റ് വെച്ചേക്കുന്നത് 37 ഇഞ്ചാണ്. 37 ഡിവൈഡഡ് ബൈ 18 ആയിരിക്കും നമ്മുടെ ബ്ലൗസിൻ്റെ നെക്കിൻ്റെ ഡിവൈഡഡ് ബൈ 18. അപ്പം 18, 36, 4 ഇഞ്ചായിരിക്കും ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അത്രയുമേ ഇതിന് വിഡ്ത്ത് കൊടുക്കത്തുള്ളൂ റെഡിമെയ്ഡ് ബ്ലൗസുകളിൽ. മിക്കവാറും കേസിൽ ഈ റെഡിമെയ്ഡ് ബ്ലൗസ് ഏത് വാങ്ങിച്ചാലും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുമ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് ചെസ്റ്റ് അളവ് റെഡി ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 18 ആണ്. അപ്പം നമുക്കിതങ്ങ് കട്ട് ചെയ്യാം. പക്ഷേങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമല്ലേ. സാധാരണ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ബ്ലൗസ് തയ്ക്കുന്നത് റെഡിമെയ്ഡ് ബ്ലൗസിനെക്കാട്ടിലും നമ്മുടെ ബോഡിക്ക് ഇണങ്ങിയ രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തയ്ക്കുന്നത്. അപ്പം ആ അളവായിരിക്കത്തില്ല നമ്മൾ ഇതിൽ എടുക്കുന്നത്. അതിന് എല്ലാത്തിനും കോമൺ ഒരളവായിരിക്കും റെഡിമെയ്ഡ് ബ്ലൗസുകൾക്ക്. അതുപോലെ തന്നെ എടുത്തോണ്ട് ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്. കണ്ടോ? ഇനി നമ്മൾ ഫ്രണ്ട് വെട്ടാൻ പോവാം. ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പം ഇവിടെ ബാക്ക് എടുത്തതിൻ്റെ ഈ പാർട്ടുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട് എടുക്കുന്നത്. ഇതങ്ങനെ എടുത്തിട്ടിട്ട് തുണി വേസ്റ്റ് ആകാതെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിടാം. ഇവിടുന്ന് നമുക്ക് ബെൽറ്റും എടുക്കണമല്ലോ. അപ്പം തുണി വേസ്റ്റ് ആകണ്ട. ഈ ഭാഗം നമുക്ക് ബാക്കിൻ്റെ താഴ്വശമൊക്കെ തയ്ക്കാനായിട്ടും കിട്ടും. ബാക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മളിതിന് ഫുള്ളൊരു ഔട്ട്ലൈൻ വരയ്ക്കണം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിൻ്റെ ഇവിടം വെച്ചിട്ട് ഈ നെക്കിൻ്റെ അവിടോട്ട് മേളിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് കൊടുക്കുക, കുറച്ച് ദൂരം മേളി വരെയേ. എന്നിട്ട് ഇവിടെ ഒരു ലൈന്, ഇവിടെ അതേപോലെ ഒരു ലൈന് കഴുത്തിൻ്റെ ഷേപ്പിലൂടെ വരച്ചു. എന്നിട്ട് ഇതിനെല്ലാം ഔട്ട്ലൈൻ കൊടുക്കുക. ഇവിടെ താഴെ ഒരു ലൈൻ കൊടുത്ത് നമ്മൾ ഈ തുണി അങ്ങ് എടുക്കുക. എടുത്തിട്ട് ഫസ്റ്റ് ഈ സൈഡിൽ നിന്ന് നെക്കിൻ്റെ സൈഡിലോട്ട് ഒരു 4 ഇഞ്ച് ചരിച്ചൊരു ലൈൻ.
അതേപോലെ സെക്കൻഡ് ലൈനും അതേപോലെ ചരിച്ച് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നെക്ക് ഭയങ്കര ലൂസാകുമെന്ന് പറയുന്നല്ലോ, അതിൻ്റെ ഫസ്റ്റ് പടിയാണിത്. കറക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അത് കഴിഞ്ഞ് നമുക്ക് നെക്ക് അളവ് എടുക്കുക. ഇവർക്ക് 6 ഇഞ്ചാണ് നെക്ക് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ 6 ഇഞ്ചിൻ്റെ നേരെ ഇവിടെ ഒരു 4 ഇഞ്ചൊക്കെ കുറയ്ക്കുക. എന്നിട്ട് നമ്മളിവർക്ക് 2.5 ഇഞ്ചാണ് നെക്ക് വെച്ചേക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു 2.25 ഇഞ്ച്. ഇത് നെക്ക് ഇച്ചിരി വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ്. 2.25 ഇഞ്ച് ഇങ്ങനെ വിരിച്ചെടുത്തിട്ട് ഇതിനെ ഒരു സ്ക്വയർ ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ താഴെ വരുമ്പോൾ നെക്ക് നല്ല റൗണ്ട് വേണമെങ്കിൽ ഇങ്ങനെ താഴെ വന്നിട്ട് ഇവിടുന്ന് ഒരു 3/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ റൗണ്ട് ചെയ്യുക. അതിൻ്റെ അടുത്തത് ഇനി വേണ്ടുന്നത് നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഡാർട്ടിൻ്റെ ഹൈറ്റ്, അതായത് നല്ല ഷേപ്പ് കൊടുത്ത് വരച്ചേക്കുന്നതിൻ്റെ അടുത്ത് ഈ ടേപ്പ് ഇങ്ങനെ വെച്ചാൽ ഈ ടേപ്പിൻ്റെ വീതി ഇവിടെ തീരുന്നിടമില്ലേ, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് എടുക്കേണ്ടത്. അതായത് ഇങ്ങനെ ഷോൾഡറിൻ്റെ ഇങ്ങോട്ടൊന്നും പോകരുത്, ഇവിടെ വെച്ചാണ് എടുക്കേണ്ടത്. ഇവിടെ വെച്ചെടുക്കുമ്പോൾ ഇവരുടെ ബ്രസ്റ്റ് പോയിൻ്റ് ഹൈറ്റ് 9.5 ഇഞ്ചാണ്. 9.5 അല്ലേ? 9.5 ഇഞ്ചാണ്. അണ്ടർ ബ്രസ്റ്റ് 12.5 ഇഞ്ച്. ഇതാണ് ഇവരുടെ പിന്നെ മെഷർമെൻറ്റ്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത ഒരു മെഷർമെൻറ്റാണ് ബ്രസ്റ്റ് വിഡ്ത്ത്. ബ്രസ്റ്റ് വിഡ്ത്ത് ഇവർക്ക് എടുത്തേക്കുന്നത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3.25 ഇഞ്ച്. ഇവിടുന്ന് 3.25 ഇഞ്ച് ഇവിടാണ് ബ്രസ്റ്റ് വിഡ്ത്ത്, ഇതിൻ്റെ പോയിൻ്റ് വരുന്നത്. ഇതാണ് നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ഈ ട്രാക്കിൻ്റെ പോയിൻ്റ്. അതായത് ബ്രസ്റ്റ് വിഡ്ത്ത് നമ്മളൊരു മെഷർമെൻറ്റ് എടുത്തായിരുന്നു. ഈ നിപ്പിൾ ടു ഈ നിപ്പിൾ വരെയുള്ള മെഷർമെൻറ്റ് ഇവർക്ക് 7.5 ഇഞ്ചായിരുന്നു. അപ്പോൾ 7.5യുടെ പകുതിയാണ് ബ്രസ്റ്റിൻ്റെ വിഡ്ത്ത്. അതാണ് ഇവിടെ എടുത്തേക്കുന്നത് 3.25 ഇഞ്ച്. 3.25 ഇഞ്ചിൻ്റെ ഇവിടെ നമ്മൾ അതേ 3.25 തന്നെ എടുക്കാം. ഒരു വര കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് ഇനിയാണ് നമ്മളുടെ ഇതിൻ്റെ സൈസ് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതിന് 3 ഇഞ്ച് സൈസാണ് ഈ കപ്പിന് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ 1.5 സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെ ഇട്ട് ഒരു ലൈന്, 3.5 എടുത്തോട്ടും ഒരു ലൈൻ. ഇതാണ് ഇവരുടെ കപ്പിൻ്റെ സൈസ്. മനസ്സിലായോ? ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് വിഡ്ത്ത് എന്നും പറഞ്ഞിട്ട് 2 സൈഡിലും ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്തായിരുന്നു. അത് എടുത്തത് 7.5 ഇഞ്ചാണ് ഈ കസ്റ്റമറുടെ അളവ് വന്നത്. ആ 7.5യുടെ പകുതിയാണ് ഇവിടുന്ന് ഈ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നേരെയാണ്, അതായത് ഇവിടുന്ന് എടുത്ത് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്ത്, രണ്ടും ഒരേ അളവ് തന്നെയാണ്. അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ അങ്ങോട്ട് 1.5 ഇഞ്ച് ഇങ്ങോട്ട് 1.5 ഇഞ്ച് എടുത്തതാണ് നമ്മളുടെ കപ്പിൻ്റെ മെഷർമെൻറ്റ്. ഇപ്പം സംശയം തീർന്നു കാണുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ വെച്ച് കറക്റ്റ് ഈ പോയിന്റ് വെച്ച് ഇങ്ങനൊരു വര കൊടുത്താൽ ഇതാണ് ഇവിടുത്തെ കപ്പ്, ഇവിടുത്തെ ഡാർട്ട്. ഇതിനും കൂടെ മിനിമം 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വേണം. എന്നിട്ട് ഈ പോയിൻറ്റിനെക്കാട്ടിലും 3/4 ഇഞ്ച് മേളിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൽ വര ഇവിടെ വരെ വരാനല്ല, ഒരു 2.25 ഇഞ്ചിൽ ഒരു വര കൊടുത്താൽ, ഒരു മാർക്ക് കൊടുത്താൽ ആയിരിക്കണം ഇവിടുത്തെ ടക്ക്. കണ്ടോ? ഇതെല്ലാം കൂടെ ഒരു ത്രികോണമായിട്ട് വരും. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് കണ്ടോ ഇങ്ങനെ ഒരു ത്രികോണം മാതിരി ഷേപ്പിൽ വരും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പിൻ്റെ ഷേപ്പിന് വേണ്ടി ഇവിടുന്ന് ഒരു 2 ഇഞ്ച്, ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മേളിലോട്ട് ഒരു ലൈൻ. ഇവിടുന്ന് 2 ഇഞ്ച്, ഇവിടുന്ന് 1.5 ഇഞ്ച്. ഇത് ഓരോരുത്തരുടെ കപ്പ് സൈസിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പം അതിൻ്റെ കാൽക്കുലേഷനൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ആകും. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. എല്ലാം കൂടെ അവസാനം ഒന്നും അറിയാൻ വയ്യാതെ വരും. ബ്ലൗസ് എന്ന് പറയുന്നത് ഇച്ചിരി കൺഫ്യൂസ് അടിക്കുന്ന സാധനമാണ്. ഞാൻ ഒരുപാട് കണക്കുകൾ പറഞ്ഞാൽ എല്ലാ കണക്കും കൂടെ നിങ്ങൾ കൺഫ്യൂസ് ആകും. അതുകൊണ്ട് ഈ നെക്കിൻ്റെ ഒക്കെ അളവേ പറയരുതെന്ന് വിചാരിച്ചാൽ പിന്നെ ആരെങ്കിലും എഴുതി ചോദിക്കും. ഈ കമൻ്റൊക്കെ കാണുമ്പോൾ
ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിക്കുന്ന കാരണം എനിക്കൊരു പേടി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ എടുത്തത് കാണിച്ചു തന്നത്. നെക്കിൻ്റെ മെഷർമെൻറ്റ്, വേറെ ഏതോ ഒരു മെഷർമെൻറ്റൊക്കെ ഞാൻ കാൽക്കുലേഷൻ കാണിച്ചു തന്നതിൻ്റെ കാരണം അതാണ്. പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ കാലിഞ്ച് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്തായിരുന്നല്ലോ, അത് അവിടെ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ താഴോട്ടൊന്നും കൊണ്ടുവരേണ്ട, കുറച്ച് ഒരു 2 ഇഞ്ച് വരെ ഇങ്ങനൊരു ക്രോസ് ലൈൻ കൊടുക്കണം. ഇവിടെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതേപോലെ ആം ഹോൾ സൈഡ് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ഇവിടുന്ന് 1/2 ഇഞ്ച് താഴോട്ട് ഒരു കട്ട് ചെയ്യണം. ഈ ബ്ലൗസും ഇട്ട് ഞാൻ കാണിക്കാമേ. ഇട്ട് നീറ്റായിട്ടിട്ട് സാരി ഉടുത്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചിട്ടിട്ടേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം തുണി വേസ്റ്റ് ആകും. നമുക്ക് ഇവിടുത്തെ തുണിയൊക്കെ ഈ കരഭാഗമൊക്കെ നമുക്ക് ബാക്കിനൊക്കെ കട്ട് ചെയ്യാൻ തയ്ക്കാൻ നല്ല തുണിയാണ്. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ വര ഞാൻ ചുമ്മാതെ ഫസ്റ്റ് വരച്ച വരയാണ്. ഇതാണ് നമ്മൾ 6 ഇഞ്ച് ഇറക്കം എടുത്തിട്ട് അതിൽ നിന്ന് വരച്ച ലൈന്. ഇവിടെ ഉടനെ ഒരു കട്ട്, ഇവിടെ 2 നോച്ചിടണം. ഇവിടുന്ന് ഞാനെപ്പോഴും ഇച്ചിരി ക്രോസായിട്ട് ഈ ലൈൻ എടുക്കുന്നത്. ഈ സെൻറ്ററിനെക്കാട്ടിലും 1/2 ഇഞ്ച് താഴെ എടുക്കുന്നത്. ഞാൻ മാർക്കൊന്നും ചെയ്തില്ലായിരുന്നു, ഞാൻ ചുമ്മാ അങ്ങ് ഇത് ചെയ്ത. സെൻറ്ററിനെക്കാട്ടിലും 1/2 ഇഞ്ച് താഴെയാണ് ഞാൻ സാധാരണഗതിയിൽ ഇവിടുന്ന്. ഇത്രയും മതി. പിന്നെ ഒരാൾ പറഞ്ഞു ഫ്രണ്ടും ബാക്കും കൂടെ തയ്ക്കുമ്പോൾ ശരിയാകത്തേ ഇല്ല, ഭയങ്കര കൺഫ്യൂഷനാണ്, ഫ്രണ്ടും ബാക്കും മാറിപ്പോകുന്നു, ഫ്രണ്ട് ഭയങ്കര വലുതായി പോകുന്നു, തയ്ക്കുമ്പം സൂട്ടാകുന്നില്ല എന്ന്. അത് സൂട്ടാകാതിരിക്കത്തില്ല. കണ്ടോ, ഇങ്ങനെ കറക്റ്റ് കണ്ടില്ലേ? ഇപ്പം നമ്മൾ വെക്കുമ്പോൾ തന്നെ കണ്ടോ ഈ ഉള്ള ഗ്യാപ്പ്, ഇത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇത് വീണ്ടും ചെറുതാകും. ടക്ക് പിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും 1/4 ഇഞ്ച്, 1/4 ടു 1/4 ഇഞ്ച് വരെ നമുക്കിവിടെ കുറയും. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ഇച്ചിരി കുറവ് പോലെ തോന്നും, പക്ഷേ തയ്ക്കുമ്പോൾ ഇത് അളവ് കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ ക്രോസ് കട്ടിങ് ബ്ലൗസിന് നിങ്ങൾ തയ്ക്കുമ്പോൾ ഒത്തിരി ബ്ലൗസ് പിന്നെ അഴിച്ച് തിരിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തുണി വലിഞ്ഞും പോകും. ക്രോസ് കട്ടിങ് തയ്ക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ക്രോസ് കട്ടിങ് തയ്ക്കാൻ എക്സ്പീരിയൻസ് കുറവുള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളത് ക്രോസ് കട്ടിങ് ബ്ലൗസ് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഞാൻ എൻ്റെ മെഷർമെൻറ്റ് കഴിഞ്ഞ ദിവസം എടുത്തല്ലോ, ആ മെഷർമെൻറ്റ് വെച്ച് നമുക്ക് ക്രോസ് കട്ടിങ് ബ്ലൗസ് തയ്ക്കാം. ഇപ്പം നമുക്ക് ബെൽറ്റ് തയ്ക്കണം. ബെൽറ്റ് തയ്ക്കാനായിട്ട് ഇതിൻ്റെ 2ൻ്റെ ഡിഫറൻസ് നോക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ 2ൻ്റെയും കൂടെ ഡിഫറൻസ് ഈ ഇരിക്കുന്ന തുണിയാണ് നമുക്ക് വേണ്ടുന്നത്. ഇതിലിപ്പം 2.5 ഇഞ്ചാണുള്ളത്, കൂടെ 1 ഇഞ്ച് കൂടിയിട്ട് 3.5 ഇഞ്ചാണ് നമുക്ക് ബെൽറ്റ് പീസ് വേണ്ടുന്നത്. നമ്മൾ ചെസ്റ്റ് അളവ് എത്ര എടുത്തോ അത്ര എടുത്താൽ മതി. ലെങ്ത് എടുത്തിട്ട് 3.5 ഇഞ്ച്. ആദ്യം നമുക്ക് സൈഡിൽ വേണ്ടുന്ന 3.5 ഇഞ്ച് എടുക്കുക. പിന്നെ ഫ്രണ്ടിൽ വേണ്ടുന്ന 1/4 ഇഞ്ച് കൂട്ടി 3.25 ഇഞ്ച് എടുക്കുക. ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇതിനൊരു ലൈൻ കൊടുക്കുക. പിന്നെ നമ്മൾ 1/2 ഇഞ്ച് കുറയ്ക്കുക. ഇവിടുന്ന് ഇത്രയും മതി കപ്പിൻ്റെ ഷേപ്പ്. ബാക്ക്, ഫ്രണ്ട്, കൈ, ബെൽറ്റ്. ഓക്കെ, അപ്പോൾ ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
അത് മാത്രമല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ടൈലറിങ് ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ, കൊടുക്കും തോറും ഏറിടുമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തത് കാണാം. അടുത്തത് ഞാൻ ക്രോസ് കട്ടിങ് ബ്ലൗസ് എനിക്ക് മെഷർമെൻ്റ് ആണ് എടുത്തല്ലോ, അത് വെച്ച് ആ മെഷർമെൻറ്റിൽ ക്രോസ് കട്ട് ബ്ലൗസാണ് തയ്ക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ക്രോസ് കട്ടിങ് ബ്ലൗസിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത വരുന്ന വീഡിയോ. ഓക്കെ, ബൈ, സി യു.